ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറിയിലേക്ക് ചേർക്കുന്ന മുട്ട വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനായിട്ട് ഒരു സൂത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ മുട്ടയെ വേവിച്ചെടുക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും മുട്ടയെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് തോലെല്ലാം പെട്ടെന്നൊക്കെ പൊട്ടിപ്പോവാറുണ്ട്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് മുട്ടയെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ മുട്ടക്കറി എളുപ്പത്തിലും സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വളരെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് മുട്ടക്കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ആദ്യമേ ഞാനിവിടെ ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല കുഴിവുള്ളൊരു തവിയാണ്. തവിയിൽ ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയെ തവിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് തേച്ചു കൊടുക്കണം. അതിനുശേഷം തവിയെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം മുട്ടക്കറിക്ക് ആവശ്യമായ മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു തവിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തവിയിലേക്ക് ഒഴിച്ചു കൊടുത്ത മുട്ടയെ നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. മൂടി വെച്ച് കൊടുത്തിട്ടുള്ള മുട്ട വളരെ എളുപ്പത്തിലാണ് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് നേരം നമുക്കിതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട തവിയുടെ അരികു ഭാഗത്തു നിന്നെല്ലാം നല്ലവണ്ണം വിട്ടു നിൽക്കുവാണ്. ഇനി നമുക്ക് തവിയിൽ നിന്നും ഈ ഒരു മുട്ടയെ ഇളക്കി മാറ്റാം. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ രീതിയിൽ മുട്ട വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അടുത്തതും വേവിച്ചെടുക്കാം. രണ്ടാമത് വെച്ച് കൊടുത്തിട്ടുള്ള മുട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മുട്ടയെയും നമുക്ക് ഇളക്കി മാറ്റാം. തവിയിൽ നിന്ന് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനും സാധിക്കുന്നത്. മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ എല്ലാ മുട്ടയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മസാല കൂടെ റെഡിയാക്കാം. ഇനി മുട്ടക്കറിയുടെ ഗ്രേവി തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ജീരകം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 സവാള പൊടിയായി കട്ട് ചെയ്തതും 10 അല്ലി കൊച്ചുള്ളിയും 1 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ആദ്യമേ നമുക്ക് സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. സവാള ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളി പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊച്ചുള്ളി ചതച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാള നല്ല ഗോൾഡൻ കളറായി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാളയൊക്കെ ഇതേ ഒരു പാകത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് 6 കോഴിമുട്ടയാണ്. അതിനായിട്ട് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ തന്നെ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വഴറ്റുന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്തിട്ട് ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ടും. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 തക്കാളി പൊടിയായി കട്ട് ചെയ്തത് കൂടിയാണ് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. മസാലയൊക്കെ ഒന്ന് വാടി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് മാത്രം മൂടി വെച്ച് വേവിച്ചെടുത്താലും മതിയാകും. 2 മിനിറ്റ് നേരം നല്ലതുപോലെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർക്കാം. മുട്ട നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാണ്. നമ്മൾ മുട്ട നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം ഒന്നും വേവിച്ച് കളയേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേവിയിൽ നിന്നും മുട്ട ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം.
ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഗരം മസാലപ്പൊടി മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ വളരെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് മുട്ടക്കറി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇനിയും ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.